ലാബ് 19 ആക്ടിവിറ്റി 19.4 ഒരു ഫംഗ്ഷൻ്റെയും അതിൻ്റെ ഇൻവേഴ്സിൻ്റെയും കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും എന്നുള്ള ഒരു ആശയമാണ് നമ്മൾ ഈ ലാബിൽ ഈ ആക്ടിവിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആക്ടിവിറ്റി 18.4-ൽ നമ്മളൊരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. ആ അപ്ലെറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതാണ് ആ അപ്ലെറ്റ്. ഇത് രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ എഫും ജിയും രണ്ട് ഫങ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ട്രേസ് ചെയ്ത് വരുന്ന ഈ രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ജോമെട്രിക്കലി നമ്മളൊരു കൺസ്ട്രക്ഷൻ നടത്തി. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ ട്രേസ്, ഇതിനെ നമ്മൾ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന പോയിന്റിന്റെ ട്രേസ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്ന എക്സ് സ്ക്വയറും ജി എക്സ് എന്ന് പറയുന്നത് സൈൻ എക്സുമാണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് സ്ക്വയർ ഗ്രാഫാണ് വരേണ്ടത്. നമുക്കിതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ അപ്ലെറ്റ് ക്ലാസ്സിൽ ചെയ്യാത്തവർ, ഈ ലാബ് ക്ലാസ്സിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ റെഡിമെയ്ഡ് അപ്ലെറ്റ് ഉപയോഗിക്കാം. ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ട്രേസ് ചെയ്ത് വരുന്നത് എന്നുള്ള അതിൻ്റെ കൺസ്ട്രക്ഷൻ വിശദമായിട്ട് നമ്മൾ ആ ലാബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫാണ് ഈ വരുന്നത്. ഇപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ്റെ ഗ്രാഫ് കിട്ടാൻ ഇതിങ്ങനെ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. അത് ഡയറക്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നാലും ഈ ആക്ടിവിറ്റിയിൽ ഇതിൻ്റെ ഈ ജോമെട്രിക്കലായിട്ടുള്ള ട്രേസ് വരുന്ന അപ്ലെറ്റ് ഉപയോഗിക്കാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് ഫംഗ്ഷൻസ് തന്നെ എക്സ് സ്ക്വയറും സൈൻ എക്സും. നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് കിട്ടണമെങ്കിൽ ഇൻപുട്ടിലെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടും. ഇനി എഫ് കോമ്പോസിഷൻ ജിയുടെ ഗ്രാഫ് കിട്ടണമെങ്കിൽ ഇൻപുട്ടിൽ എഫ് ഓഫ് ജി എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വയ്ക്കാം. ഇത് സൈൻ സ്ക്വയർ എക്സിൻ്റെ ഗ്രാഫ്, ഇത് സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. അപ്പോൾ ഇങ്ങനെ കമാൻഡ് കൊടുത്ത് നമ്മൾ ചെയ്യാം. പക്ഷേ ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ ഈ അപ്ലെറ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ 3x - 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് ആയിട്ടും എടുക്കുക, എക്സ് പ്ലസ് 2/3 ജി ആയിട്ടും എടുക്കുക. ഓക്കെ, അപ്പോൾ 3x - 2 എഫ് ഇവിടെ 3x - 2 -2 ജി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2 / 3 എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഈ പഴയ ട്രേസ് കളയാൻ കൺട്രോൾ എഫ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ട്രേസ് പോവും. അത് റിഫ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ട്. ഇത് രണ്ടും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്രാഫ് ഉണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡി എന്ന് പറയുന്നതിൻ്റെ ട്രേസ് ആണ് അതിൻ്റെ കോമ്പോസിഷൻ്റെ ഗ്രാഫ്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഒന്ന് ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി പോകുന്ന പാത്ത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. അതാണ് കുട്ടിയുടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ കോമ്പോസിഷൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക്. ആ ഡി എന്ന് പറയുന്നത് y=x എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമ്പോസിഷനായിട്ട് വരുന്ന ഫംഗ്ഷൻ എഫ് എക്സ് ഈക്വൽ അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഒരു HX = x എന്നുള്ള പോലെ ഒരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് അറിയാം. ഇവിടെ എഫ് എക്സ് എന്ന് പറയുന്നത് 3x - 2 ആണ്. ഈ 3x - 2 എന്ന് പറയുന്നതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളത്. അപ്പോൾ ഇത് ജി കോമ്പോസിഷൻ എഫിൻ്റെ ഗ്രാഫാണ്. ഇനി ഇത് തിരിച്ച് കിട്ടണമെങ്കിൽ, എഫ് കോമ്പോസിഷൻ ജിയുടെ ഗ്രാഫ് കിട്ടണമെങ്കിൽ ഈ അപ്ലെറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ആക്കണം. എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ 3. ഇതിനെ 3x - 2 എന്നും ആക്കണം.
എൻ്റർ. കൺട്രോൾ F കൊടുത്തിട്ട് പഴയ ട്രേസ് കളയുന്നു, എൻ്റർ. ഇതിനെ ഒന്ന് റിഫ്രഷ് ചെയ്തു. വീണ്ടും ഈ ഡി മൂവ് ചെയ്യുന്നത് y = x എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈനിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ F കോമ്പോസിഷൻ ജിയും G കോമ്പോസിഷൻ Fഉം ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ റീസൺ എഫിൻ്റെ ഇൻവേഴ്സ് ആണ് G, ജിയുടെ ഇൻവേഴ്സ് ആണ് F എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് ഈ ആക്ടിവിറ്റികളിൽ ഇതിൽ കുട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് 2-3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് കഴിയുന്നതും ഊഹിച്ചെഴുതുക, അല്ലെങ്കിൽ ആൾജിബ്രായിക്കലി അതിനെ പിന്നെ സോൾവ് ചെയ്തിട്ട് എഴുതുക, ഇതിൻ്റെ ഇൻവേഴ്സ് എന്താണെന്നുള്ളത് എഴുതുക. എന്നിട്ട് അവരുടെ ഉത്തരം ശരിയാണോ എന്ന് ഈ അപ്ലെറ്റ് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കതിൽ ഓരോ പ്രോബ്ലം ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. x - 2 / 3 എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫംഗ്ഷൻ. x - 2 / 3. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്താണ് എന്നുള്ളത് കുട്ടി ഊഹിക്കുന്നത് എക്സിൽ നിന്ന് 2 മൈനസ് ചെയ്തു, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതായത് 3x + 2 എന്നാകും. 3x + 2. ഓക്കെ, കൺട്രോൾ F കൊടുത്ത് പഴയ ട്രേസ് കളയുക. എന്നിട്ട് ഇത് വീണ്ടും ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡി പോകുന്ന പാത്ത് ഏതാണെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം. y = x എന്ന് പറയുന്ന ലൈനിൽ കൂടി തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് തിരിച്ചു കൊടുത്താലും ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ മാത്രമേ ഇതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അടുത്ത ഫംഗ്ഷൻ 2x + 3 ² + 6, അതാണ് F. (2x + 3 ² + 6) എന്നുകൂടി നോക്കാം നമുക്കിത്. 2x + 3 ² + 6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആലോചിക്കുമ്പോൾ എക്സിനെ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 3 ആഡ് ചെയ്തു, പിന്നെ സ്ക്വയർ ചെയ്തു, പിന്നെ 6 ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറിൽ ആണ് പോകേണ്ടത്. 6 ആഡ് ചെയ്തെങ്കിൽ 6 മൈനസ് x - 6. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അപ്പോൾ SQRT of x - 6. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ 2x + 3 ഇനി 3 മൈനസ് ചെയ്യണം, -3. അപ്പോൾ ഇപ്പോൾ 2x എന്നിട്ട് ഈ എൻ്റയർ എക്സ്പ്രഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ÷ 2. ഓക്കെ, അപ്പോൾ ഇവിടെ 2x + 3 ² + 6. ഇതൊന്ന് നമുക്ക് സൂം ഔട്ട് ചെയ്താലേ കാണുള്ളൂ. ഇതിനൊന്ന് ആനിമേറ്റ് ചെയ്യാം. y = x എന്ന് പറയുന്ന ലൈനിൽ കൂടി തന്നെ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ പക്ഷേ ഈ പൊസിഷനിൽ എത്തുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പോർഷനിൽ എത്തുമ്പോൾ ഇതിൻ്റെ കോമ്പോസിഷനെ സൂചിപ്പിക്കുന്ന പാത്ത് ഇതാണ്. അത് y = x എന്ന് പറയുന്ന ലൈനിലല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്കിത് നോക്കിയാൽ അറിയാം. ഇത് ഒരു സെക്കൻഡ് ഡിഗ്രിയാണ്, അതുകൊണ്ട് ഇത് നമുക്കൊരു പരാബോളിക്കായിട്ടാണ് കിട്ടിയത്. ഇതൊരു 1-1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, ഇത് 1-1 ഫംഗ്ഷൻ ആവുന്നത് ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഇത് 1-1 ഫംഗ്ഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ മാത്രമേ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് വരുള്ളൂ. ഈ ഒരു പോർഷനിൽ മാത്രമേ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ആ പോർഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് ഇതിൻ്റെ മിനിമം വരുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഏതാണെന്ന് അറിയണം. അതിപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്താൽ കിട്ടില്ല. അങ്ങനെ നമുക്ക് ഒബ്സർവ് ചെയ്താൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷൻ ഇൻസ്പെക്ടർ ടൂള്
ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ ജസ്റ്റ് ഈ ഫംഗ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഇതാ ഈ ഒരു പോർഷനിൽ ഇത്രയും പോർഷനിൽ ഇതിൻ്റെ മിനിമം വാല്യൂ, ബാക്കിയൊക്കെ പോട്ടെ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ മിനിമം വാല്യൂ വരുന്നത് -1.56 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ ഇതറിയാം, ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് -1.5 ആണ്. നമുക്ക് അവിടുന്ന് ഉറപ്പിക്കാം. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് നോക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1.5. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിൽ ഇപ്പോൾ ഇല്ല, നെഗറ്റീവ് സൈഡിലെന്നല്ല, ഇതിൻ്റെ ഡൊമൈൻ ഇല്ലാത്ത ഭാഗത്ത് വരുമ്പോൾ റെക്ടാങ്കിൾ തന്നെ വാനിഷ് ആവും ബാക്കിയുള്ളിടത്ത്. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ്. ഇത് എവിടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആവുള്ളൂ? -1.5 മുതൽ ഇൻഫിനിറ്റിയിലേക്കുള്ള ആ ഒരു പോർഷൻ. ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അത് നമുക്കറിയാം, ഈ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. മാക്സിമം വാല്യൂ നമ്മൾ 5 എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ പോയിന്റ് കഴിയുമ്പോൾ പിന്നെ റെക്ടാങ്കിൾ തന്നെ വാനിഷായി പോകും. ഓക്കെ, അടുത്തത് 3 - x³ ഹോൾ റേസ് ടു 1/3 ഫംഗ്ഷൻ. -x³ whole raised to 1/3 raised to 1/3. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് കാണുമ്പോൾ വേണം മനസ്സിൽ നമുക്ക് ഒന്ന് ആലോചിക്കാം. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ ആൾജിബ്രായിക്കിലെ നമുക്ക് പേപ്പറിലൊന്ന് ചെയ്ത് നോക്കാം. മനസ്സിലാലോചിക്കുകയാണെങ്കിൽ ആദ്യം ക്യൂബ് ചെയ്യണം. ക്യൂബ് ചെയ്യുമ്പോൾ 3 - x³ എന്നുള്ളതായി. ആ x³ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, മൈനസ് ഒഴിവാക്കിക്കൊണ്ട്. അങ്ങനെ ആലോചിച്ചാൽ നമുക്കിത് കിട്ടുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് ഇതേ ഫംഗ്ഷൻ തന്നെയായിട്ട് കിട്ടും. 3 - x³ ഹോൾ റേസ് ടു 1/3 എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ആയിട്ടും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സെയിം ആയതുകൊണ്ട് ഒന്നിൻ്റെ മുകളിൽ മറ്റേത് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കിതിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ഇത് തന്നെയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ആ രണ്ട് ഫംഗ്ഷൻസ് കൊടുത്തപ്പം ഇതിൻ്റെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഡി മൂവ് ചെയ്യുന്നത് y = x എന്ന് പറയുന്ന ലൈനിൽ കൂടി മൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ സെൽഫ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് അത് തന്നെയായിട്ട് വരികയാണെങ്കിൽ അതിനെ സെൽഫ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അടുത്ത പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4x ഡിവൈഡഡ് ബൈ 3x + 4. ഇവിടെ 4x ബ്രാക്കറ്റ് വേണമെന്നില്ല. 4x ഡിവൈഡഡ് ബൈ 3x + 4. divided by 3x + 4. ഓക്കെ, ഇത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് വരുന്നതുകൊണ്ട് ഇതിനെ ഒരു മനക്കണക്കായിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ എളുപ്പമാവില്ല. അപ്പം നമുക്ക് അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് 4x ഡിവൈഡഡ് ബൈ 4 - 3x കിട്ടും. 4x ഡിവൈഡഡ് ബൈ 4 - 3x ആണ് ഇതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് കിട്ടുക. ആ രണ്ട് ഫംഗ്ഷനും നമ്മൾ എൻ്റർ ചെയ്തു. നമുക്കിതിൽ
ഈ ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 2 ബ്രാഞ്ചായിട്ടാണ്, നമ്മൾ 1/xൻ്റെ ഒക്കെ ഗ്രാഫ് പറയുന്ന പോലെ 2 ബ്രാഞ്ചായിട്ടാണ് ഇത് കാണുന്നത്, ഗ്രീൻ കളറിലുള്ള. രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് 2 ബ്രാഞ്ചായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിയുടെ പാത്ത്, ഡിയുടെ പാത്ത് y=x എന്ന് പറയുന്ന ലൈനിൽ കൂടെയാണ്. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്, എഫിൻ്റെ ഇൻവേഴ്സ് ആണ് ജി എന്ന് പറയും. ഇത് തിരിച്ചു കൊടുക്കണമെങ്കിൽ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റി കൊടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സും അതിൻ്റെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടും എന്നുള്ളൊരു ആശയം നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ആക്ടിവിറ്റിയിൽ ചെയ്യുന്നത്. ഓക്കെ.